US വന്ന് ലാൻഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. പിറ്റേ ദിവസം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ലാൻഡ് ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ തന്നെ വെളുപ്പിന് ഒരു മണി. അപ്പോൾ അന്നേ ദിവസം തന്നെയാണ് കേട്ടോ. പിള്ളേരെയും കൊണ്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും നമ്മളൊരു ആർക്കേഡ് ഗെയിംസിൻ്റെ സെക്ഷനിലേക്കാണ് വന്നേക്കണേ. ഒരു പൈപ്പ് പെപ്പർ പിസാന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പേര്. കറക്റ്റായിട്ട് എനിക്കും അത്ര ഓർമ്മയില്ല, പേര് കിട്ടുന്നില്ല. കാരണം പകുതി ഇറങ്ങിയിരിക്കുകയായിരുന്നു. ജെറ്റ് ലാഗിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ 2-3 ദിവസം ഒരു വെളിവില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ദാ ഇന്ന് ആരോൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആരോൻ്റെ ബർത്ത്ഡേയുടെ ഒരു സെലിബ്രേഷൻ കൂടിയായിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ വന്ന് ഒന്ന് കുട്ടികളെയൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വന്നപ്പോഴും ചേച്ചിയും മമ്മിയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ എല്ലാവരും കൂടി കളിച്ചു. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫാമിലിയിലെ ആരോൻ്റെ ബർത്ത്ഡേ ആയിരിക്കും നമ്മളെല്ലാവരും കൂടി ആഘോഷിക്കുന്ന ബർത്ത്ഡേ കേട്ടോ. ഇതുവരെ ആരുടെ ബർത്ത്ഡേ അങ്ങനെ ഒരുമിച്ച് അങ്ങനെ കിട്ടിയിട്ടില്ല. എല്ലാവരും പല പല സ്ഥലത്താകുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ കുട്ടികളൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കാർഡൊക്കെ വെച്ച് ഉരച്ച് ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെ സെറ്റായിട്ടോ. എല്ലാവർക്കും നല്ല എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു. നമ്മുടെ അവിടേക്ക് UK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും കാണുന്നത് ഇങ്ങനെ ആർക്കേഡ് ഗെയിംസിൻ്റെ അവിടെ ഒരു കുട്ടി കഫേ പോലത്തെ ഒരു സെക്ഷൻ മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു വലിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല സ്പേസും ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെയാണ് ഈ ആർക്കേഡ് ഗെയിംസും കാര്യങ്ങളും ഉണ്ടായിരുന്നത് കേട്ടോ. കുട്ടികൾ മാത്രമല്ല വലിയവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുത്തെ കൂപ്പണൊക്കെ കിട്ടിയിരുന്ന എല്ലാം കൊണ്ടുപോയി റെഡിയുമൊക്കെ ചെയ്ത് നമ്മൾ നേരെ വീട്ടിൽ പോയതിന് ശേഷം പിന്നെ വീണ്ടും ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുറേ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ്. ബഫറ്റ് റെസ്റ്റോറൻറ്റാണ്. സുഷിയുടെയൊക്കെ ഒരു റെസ്റ്റോറൻറ്റാണ് മെയിനായിട്ട്. ചൈനീസിൻ്റെ ഒരു ടൈപ്പാണ്. അപ്പോൾ അവിടെ വന്ന് എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. ഫുൾ ഫാമിലി ആയിട്ട് അങ്ങനെ ബർത്ത്ഡേ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ അറിയിച്ചപ്പോൾ അവരിതാ കേക്ക് കൊണ്ടുവന്നിരുന്നു. കേക്കല്ല, സുഷി കൊണ്ടുവന്നിരുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സുഷീസാണ് കേട്ടോ കേക്കിന് പകരം കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് കേക്ക് കട്ടിങ് കൂടി ആയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിച്ചത്.